അലുവ അതുലിനെ കൊലപ്പെടുത്താൻ ആസൂത്രിത നീക്കമായിരുന്നു പ്രതികൾ നടത്തിയത്. റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ അലുവ അതുലിനെ 48 മണിക്കൂറിനകം കൊലപ്പെടുത്താനായിരുന്നു ഗുണ്ടാ സംഘത്തിന്റെ തീരുമാനം. എന്നാൽ ആസൂത്രണം ആദ്യഘട്ടത്തിൽ പാളിയതോടെയാണ് കൃത്യം നടത്താൻ 7 ദിവസത്തെ കാലതാമസമെടുത്തത്. അതുൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി 17-ാം മിനിറ്റിലാണ് പുതിയകാവ് ജംഗ്ഷനിൽ വെച്ച് കൊല നടത്തിയത്. കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തുവരുന്നത്. ചോരയിൽ ഹരം കണ്ടെത്തിയ അലുവ അതുലിനെ മരണം ഉറപ്പാക്കും വരെ വെട്ടിക്കീറി വികൃതമാക്കാനായിരുന്നു കൊട്ടേഷൻ സംഘത്തിന്റെ തീരുമാനം. അത് പ്രതികൾ കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു. ജിം സന്തോഷ് വധക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ അലുവ അതുൽ എല്ലാ ശനിയാഴ്ചയും സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് മടങ്ങണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കിയായിരുന്നു പ്രതികളുടെ ആസൂത്രണം. അലുവ അതുലിനെ കുടുംബത്തോടെ വകവരുത്താനും പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് സൂചന. പക്ഷേ ഭാര്യയെയും കുട്ടിയെയും ഗുണ്ടാ സംഘത്തിന് കണ്ടെത്താനായില്ല. ജിം സന്തോഷ് കൊല്ലപ്പെട്ട് 1 വർഷം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കേസിലെ 1-ാം പ്രതി അതുലിനെ ഗുണ്ടാ സംഘം കൊലപ്പെടുത്തിയത്. എന്നാൽ സന്തോഷ് വധവുമായി നിലവിലെ കൊലപാതകത്തിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എങ്കിലും എല്ലാ സാധ്യതകളും പരിശോധിക്കാനാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രദേശത്ത് ഗുണ്ടാ ആക്രമണങ്ങൾ തുടർക്കഥയാവാതിരിക്കാൻ കനത്ത ജാഗ്രതയിലാണ് പോലീസ്. ജില്ലാതിർത്തികളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.